സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കുന്നമംഗലം, ചേർത്തല, കുമരകം, താമരശ്ശേരി എന്നിവിടങ്ങളിൽ അതിതീവ്ര മഴയാണ് ലഭിച്ചത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ്. അലക്സ്, ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ ഇപ്പോഴൊരു മാറ്റമുണ്ടല്ലോ. ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? കൃഷിത സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത്. ഇന്നുകൂടി അങ്ങനെ തന്നെ മഴ ലഭിക്കാനുള്ള സാധ്യത, അത് വ്യാപകമായി പരക്കെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നത്. 14 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ 9 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കി 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ മഴ പലയിടങ്ങളിലും ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാഗ്രത പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും തുടരേണ്ടതുണ്ട്. നാളെ മഴയുടെ ശക്തി കുറയും. നാളെ മറ്റന്നാളും മഴയുടെ ശക്തി കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പ്രധാനമായി ഇന്ന് മധ്യ കേരളത്തിലും ഒപ്പം വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. രാവിലെ 8:30 മണി വരെ ലഭിക്കുന്ന കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച കണക്കുകൂടി ലഭിക്കുന്നുണ്ട്. അത് കുന്നമംഗലം, ചേർത്തല, കുമരകം, താമരശ്ശേരി എന്നിവിടങ്ങളിൽ അതിതീവ്ര മഴ, അതായത് റെഡ് അലർട്ടിന് സമാനമായ മഴയാണ് ഇവിടങ്ങളിൽ ലഭിച്ചതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകളിലുള്ളത്. കുന്നമംഗലത്ത് 226 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ചേർത്തലയിൽ 215 മില്ലിമീറ്റർ മഴ, കുമരകത്ത് 203 മില്ലിമീറ്ററും താമരശ്ശേരിയിൽ 201 മില്ലിമീറ്ററും മഴ ലഭിച്ചതായാണ് കണക്കുകൾ. അരൂക്കുറ്റി, പൊന്നാനി, തൈക്കാട്ടുശ്ശേരി, കരിപ്പൂർ, ചേർത്തല, പള്ളുരുത്തി എന്നിവിടങ്ങളിൽ 150 മില്ലിമീറ്ററിന് മുകളിൽ മഴയാണ് ലഭിച്ചത്. അതായത് അതിശക്തമായ മഴ ആ മേഖലകളിൽ ലഭിച്ചു. അതിനു പുറമെ വിവിധ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തി ഇന്നലത്തെ അല്ലെങ്കിൽ ഇന്ന് 24 മണിക്കൂറിനുള്ളിലെ കണക്കനുസരിച്ച് 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചത് 30ഓളം ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിലാണ്. അതായത് പരക്കെ കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴ ലഭിച്ചെന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ക്രിസ്റ്റീന, ശരി, ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്.